നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് അവൾ ജീവിച്ചിരുന്നത്. നീലി. അവളെ വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ലായിരുന്നു. കാർക്കൂന്തൽ അഴിഞ്ഞുലഞ്ഞും കരിമുഷി എഴുതിയ കണ്ണുകളിൽ വല്ലാത്തൊരു ആകർഷണവും ഒളിപ്പിച്ച ഒരുവൾ. പക്ഷേ അവളുടെ സൗന്ദര്യത്തിന് പിന്നിൽ ചതിയുടെ ഒരു കഥയുണ്ടായിരുന്നു. അവളെ സ്നേഹം നടിച്ച് വഞ്ചിച്ച ഒരു കാമുകൻ അവളുടെ ഗർഭത്തെയും അവളെയും ഒരുമിച്ച് ഈ ലോകത്തു നിന്ന് ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അവനും കൂട്ടുകാരും ചേർന്ന് അവളെയും അവളുടെ ഗർഭത്തിലുണ്ടായിരുന്ന ഇരട്ട കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തി. എവിടെയാണെന്നോ, പേരുപോലെ തന്നെ ഭയമുണർത്തുന്ന ഒരിടത്ത്. കള്ളിച്ചെടികൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഇഴജന്തുക്കൾക്ക് അഭയകേന്ദ്രമായ ആ കള്ളിയങ്കാട് എന്ന സ്ഥലത്ത്. വഞ്ചിക്കപ്പെട്ട ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കില്ലെന്ന് പറയാറില്ലേ? നീലിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടന്നു. അവളുടെ ഉള്ളിൽ ഒന്നേയുണ്ടായിരുന്നുള്ളൂ, അടങ്ങാത്ത പക. പുരുഷവർഗത്തോടുള്ള മുഴുവൻ പകയും നെഞ്ചിലേറ്റി അവളൊരു യക്ഷിയായി പുനർജനിച്ചു. കള്ളിയങ്കാട്ടു നീലിയായി. രാത്രിയുടെ യാമങ്ങളിൽ കള്ളിയങ്കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പുരുഷന്മാരായിരുന്നു അവളുടെ ഇരകൾ. സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ കയ്യിൽ ഒരു കുഞ്ഞുമായി അവൾ വഴിയിൽ പ്രത്യക്ഷപ്പെടും. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്റെ കുഞ്ഞിനെ ഒന്ന് പിടിക്കാമോ, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് അവൾ കരയും. ആ കണ്ണീരിൽ ആരും അലിഞ്ഞു പോകും. ദയ തോന്നി ആരെങ്കിലും ആ കുഞ്ഞിനെ വാങ്ങിയാൽ കഴിഞ്ഞു. പിന്നെ ഒരു അട്ടഹാസമാണ് കേൾക്കുക. സുന്ദരിയുടെ രൂപം മാറി നീണ്ട കോമ്പല്ലുകളും ചുവന്ന കണ്ണുകളും തീക്ഷ്ണമായ നോട്ടവുമുള്ള ഭീകരരൂപിയായ യക്ഷിയായി അവൾ മാറും. അവളുടെ കയ്യിലിരിക്കുന്ന മറ്റേ കുഞ്ഞ് ഒരു ഓലക്കുടയായി മാറും. അവൾ അയാളുടെ കഴുത്തിൽ കടിച്ചു പിടിച്ച് ചോരയൂറ്റി കുടിക്കും. അങ്ങനെയിരിക്കെയാണ് മന്ത്രതന്ത്രങ്ങളിൽ അഗ്രഗണ്യനായ ഒരു നമ്പൂതിരി ആ വഴി വരാനിടയായത്. നീലിയുടെ കഥകൾ കേട്ടിട്ടുള്ള അദ്ദേഹം അവളെ തളയ്ക്കുമെന്നുറപ്പിച്ചാണ് വന്നത്. രാത്രിയായപ്പോൾ പതിവ് പോലെ അവൾ പ്രത്യക്ഷപ്പെട്ടു. സുന്ദരിയുടെ രൂപത്തിൽ 2 കുഞ്ഞുങ്ങളുമായി, ഒന്ന് കയ്യിലും മറ്റൊന്ന് നിലത്തും. അവളുടെ കണ്ണീരിൽ നമ്പൂതിരിക്ക് സംശയം തോന്നി. നീ യക്ഷിയാണെങ്കിൽ നിന്റെ കയ്യിലെ കുഞ്ഞിനെ താഴെ വെച്ച് മറ്റേ കുഞ്ഞിനെ എടുക്കൂ. എന്നെ രക്ഷിക്കണം തിരുമേനി, എന്റെ ഭർത്താവ് എന്നെ സംശയിച്ച് ഉപേക്ഷിച്ചതാണ്, എനിക്ക് പോകാനൊരിടമില്ല. അവളുടെ അഭിനയത്തിൽ നമ്പൂതിരി അലിഞ്ഞുപോയി. അദ്ദേഹം അവളെയും കുഞ്ഞിനെയും കൂട്ടി യാത്ര തുടർന്നു. വഴിയിൽ ഒരു ആണി തറച്ച പനമരം കണ്ടപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, ഈ ആണി ഊരിയെടുത്താൽ എന്റെ ശാപം തീരുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ച നമ്പൂതിരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം താഴെ വെച്ച് ആ ആണി ഊരാൻ ശ്രമിച്ചു. ആ നിമിഷം അതുവരെ നിലത്തുവെക്കാൻ മടിച്ച കുഞ്ഞിനെ അവൾ താഴെയിട്ടു. നമ്പൂതിരിയുടെ ഗ്രന്ഥം കൈക്കലാക്കി. മന്ത്രശക്തി നഷ്ടപ്പെട്ട ആ പാവം മനുഷ്യന്റെ നേർക്ക് നോക്കി അവൾ അട്ടഹസിച്ചു. ആ ഇരുണ്ട രാത്രിയിൽ കള്ളിയങ്കാട് മുഴുവൻ ആ ചിരി മുഴങ്ങി. ആ നമ്പൂതിരിയുടെ ജീവനും അവൾ കവർന്നെടുത്തു. അതെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.